കേരളം ആര് ഭരിക്കും? ഉത്തരമുട്ടാതെ എല്ലാ മലയാളികളും പറയുകയാണ് 90-ൽ കുറയാത്ത സീറ്റിൽ കോൺഗ്രസ് ഭരിക്കും. ആര് കാരണം? നോക്കൂ നിങ്ങൾ ഇങ്ങേര്. ഷാഫി പറമ്പിൽ മര്യാദയ്ക്ക് കിടന്നുറങ്ങിയിട്ട് ഒരു മാസമായി എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ഇദ്ദേഹത്തിൻ്റെ ഫേസ് നിങ്ങളൊന്ന് കാണണം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴെ 100 കമൻറ്റ് വരികയാണ്. അതായത് ഇത് ഷാഫി അല്ല എന്ന് പറഞ്ഞിട്ട്, ഇത് ഞങ്ങളുടെ ഷാഫി അല്ല. ഷാഫി പറമ്പിലിൻ്റെ രൂപം മാറുകയാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ അത്രയും പണിയെടുക്കുകയാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. നോക്കൂ നിങ്ങൾ, ഷാഫി കറുത്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ. കാരണം വെയിലത്തിറങ്ങിയിട്ട് എൻ്റെ പാർട്ടിയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം, പിണറായി വിജയൻ്റെ ദുർബലമായ ഭരണം ഈ കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണമെന്നാഗ്രഹിച്ച് നമ്മുടെ ഷാഫി പറമ്പിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഷാഫിയുടെ ഒരു അവസ്ഥയാണ്. പൊന്നു ഷാഫി പറമ്പിലിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ഷാഫി പറമ്പിൽ എത്രയും പെട്ടെന്ന് ഉറങ്ങണം. കാരണം ഷാഫിയെ ആവശ്യമാണ്, കേരളത്തിനും ആവശ്യമാണ്, കേന്ദ്രത്തിനും ആവശ്യമാണ്. ഷാഫിയെ പോലുള്ള ഒരു നേതാവ് ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയ വേദനയാണ് തോന്നുന്നത്. ഉറക്കമില്ലാതെ പാവം ഷാഫി പറമ്പിൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുകയാണ്. അതായത് ഇപ്പം ഞാനും നിങ്ങളും ഉറപ്പിച്ച് പറയുന്നു, 90-ൽ കുറയാത്ത സീറ്റ് UDF നേടും. അതിൻ്റെ യഥാർത്ഥ കാരണം ഷാഫി പറമ്പിലാണ്. എന്തിനാണ് ഷാഫി പറമ്പിൽ എല്ലാ മണ്ഡലത്തിലും പോകുന്നത്? ഷാഫി പറമ്പിൽ എവിടെ പോയാലും മിനിമം ഒരു 2000 വോട്ടെങ്കിലും ഷാഫി പോയതിൻ്റെ പേരിൽ, ഷാഫി റോഡ് ഷോ നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസിന് കിട്ടും. അത് BJP വോട്ടുമാവാം, LDF വോട്ടുമാവാം, ഏത് പണ്ടാരം വോട്ടുമാവാം. ഷാഫി പറമ്പിൽ പ്രചാരണത്തിന് പോയി കഴിഞ്ഞാൽ, മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാൽ, ഷാഫി പറമ്പിൽ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്യുമെന്ന് ഷാഫി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉറപ്പാണ്. അതായത് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നു ഞാൻ ആ റോഡ് ശരിയാക്കാം, അല്ലെങ്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 5000 റുപ്യ തരാം. പിണറായി വിജയൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല, കാരണം കൊടുക്കൂല. നേരെ മറിച്ചിട്ട് ഷാഫി പറമ്പിൽ പറഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസമാണ് അദ്ദേഹത്തെ. അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ എല്ലാ മണ്ഡലത്തിലും ഓടിപ്പോകുന്നത് കൊണ്ടാണ് പൊന്നു മനുഷ്യന്മാരെ ഇന്ന് ഞാനും നിങ്ങളും ഉത്തരം മുട്ടാതെ പറയുന്നത് 90-ൽ കുറയാത്ത സീറ്റ് എന്തായാലും കോൺഗ്രസിന് കിട്ടുമെന്ന്. കുറേ പ്രേക്ഷകർ പറയുന്നത് മുഖ്യമന്ത്രി ഷാഫി പറമ്പിലാവണം. പക്ഷെ അതൊരിക്കലും ആവത്തില്ല. കാരണം നമ്മുടെ ഷാഫി പറമ്പിലിന് ഈ സീറ്റില്ല, MP ആണ് അദ്ദേഹം. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ ഇത്രയും ജനങ്ങൾ പിന്തുണക്കുന്നത്? പൊന്നു മനുഷ്യന്മാരെ, നിങ്ങളൊന്ന് വടകരക്ക് പോകണം ഫ്രീ ഉണ്ടെങ്കിൽ. വടകരയുടെ നാനാഭാഗത്ത് MP ഓഫീസ് ഉണ്ട്. എന്തിനാണ് MP ഓഫീസ് എന്ന് പറഞ്ഞാൽ? ഷാഫി പറമ്പിലിൻ്റെ ഓഫീസാണ്. എന്തിനാണ് അങ്ങനെയുള്ള ഓഫീസ് വെച്ചത്? നമ്മൾ പാവങ്ങൾക്ക്, നമുക്ക് കടമുണ്ടെങ്കിൽ, നമ്മുടെ വീട് ജപ്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കൾ കല്യാണം കഴിക്കുന്ന പ്രായമായി പക്ഷേ പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു രോഗമുണ്ട്, പൈസ ഇല്ല ചികിത്സിക്കാൻ, ആ സമയത്ത് നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് അവിടെ ഷാഫി പറമ്പിൽ ഇരിക്കൂല, ആരെങ്കിലും സ്റ്റാഫ് ഇരിക്കും. നമ്മൾ എഴുതി കൊടുക്കണം, എനിക്ക് 10 ലക്ഷം കടമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രോഗമുണ്ട്, ഷാഫിക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം തരണമെന്ന് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ എന്തായാലും വടകരക്ക് ഒരു മാസത്തിൽ ഒരു 10-15 ദിവസം വരുന്നുണ്ട്. ഈ പരാതിയൊക്കെ ഷാഫി പറമ്പിൽ നോക്കും. ഇതിൽ കടുത്ത പരാതി എന്താണ്, ആരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്, അവരെ തെരഞ്ഞു പിടിച്ചിട്ട് ഷാഫി പറമ്പിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുത്തിട്ട് അവരെ സഹായിക്കുന്നു. അതാണ് ഷാഫി പറമ്പിൽ. അതായത് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. നോക്കൂ നിങ്ങൾ, ഷാഫി പറമ്പിലിനെ വടകരയിൽ വിജയിപ്പിച്ചത് പ്രവാസികളാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് വടകരയിലാണ്. എനിക്കും നിങ്ങൾക്ക് അറിയും. അപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ ജയിച്ച ആദ്യ സമയത്ത് തന്നെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയെയും സ്പീക്കറെയും വിറപ്പിക്കുകയാണ്. വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നു, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് നിര കുറക്കണം. അതായത് ഞങ്ങൾ സൗദിക്ക്, ഇപ്പം ഞാൻ പേഴ്സണലി മുമ്പ് സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരാളായിരുന്നു. പ്രവാസികൾ ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് വരുന്നത് ഒന്ന് പെരുന്നാളിന്, ക്രിസ്മസിന്, ഓണം, ദീപാവലി സമയത്താണ്. എന്നാൽ വിമാന കമ്പനികൾ ആ സമയത്തുണ്ടല്ലോ, നമ്മൾ എപ്പോഴാണ് വരുന്നത്, കൂടുതലായിട്ടും ക്രിസ്മസ് സമയത്തും പെരുന്നാൾ സമയത്തുമാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഷാഫി പറമ്പിൽ പറയുകയാണ് ആ സമയത്ത് ടിക്കറ്റിൻ്റെ നിരക്ക്, നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നോർമലായിട്ട് 20,000 ടിക്കറ്റെങ്കിൽ 40, 50, 60 ആവുകയാണ്. ഷാഫി പറമ്പിൽ അതിനെ പാർലമെന്റിൽ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ടിക്കറ്റ്? അവർ പാവങ്ങളല്ലേ, അവർ 2-3 വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ആകെ ഏതെങ്കിലും ഒരു പെരുന്നാളിനോ ക്രിസ്മസിനോ ആണ് വരുന്നത്. അപ്പോൾ എന്തിനാണ് ഡബിൾ ടിക്കറ്റ് എടുക്കുന്നത് എന്ന് നമ്മുടെ ഷാഫി പറമ്പിൽ ചോദിക്കുകയാണ്. അതല്ലേ ഒരു ഭരണാധികാരി? അതുകൊണ്ടാണ് ഷാഫി എവിടെ കാലുകുത്തിയാലും പൊന്നു മനുഷ്യന്മാരെ ജനങ്ങൾ ഷാഫിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. ഷാഫി ഉമ്മൻചാണ്ടി സാറിൻ്റെ പിൻഗാമി എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് മാത്രമാണ്. ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, ധർമ്മടത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. പിണറായി വിജയൻ വിറക്കുമെന്ന്.
കഴിഞ്ഞ വർഷം ധർമ്മടത്ത് പിണറായി വിജയൻ വിജയിച്ചത് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ ഇത്തവണ അത് 20 കുറയും, അല്ലെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയൻ അവിടെ തോക്കുമെന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടാണ് വരുന്നത്. ഇത് ഉറപ്പ് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പ് പറയാം, കഴിഞ്ഞ വർഷം പിണറായി വിജയൻ 50,000 വോട്ടിന് ജയിച്ചതെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ, ഇപ്രാവശ്യം അത് 10,000-ഓ 15,000-ഓ ആയിട്ട് കുറയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ UDF സ്ഥാനാർത്ഥി, അതായത് യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി, അത് റഷീദാണ്. അദ്ദേഹത്തിന് അത്രയും ജനപിന്തുണയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പിണറായി എന്ന് പറയുന്ന അവിടെ ആ ഒരു മണ്ഡലത്തിൽ കൂടുതലുള്ളത് LDF-കാരാണ്, സഖാക്കളാണ്. എന്നാൽ പിണറായി വിജയന്റെ നെറികെട്ട ഭരണം കാരണം അവിടെയുള്ള നല്ലവരായ സഖാക്കൾ പറയുകയാണ്, ഇല്ല, ഞങ്ങൾ ഇപ്രാവശ്യം പിണറായി വിജയൻ വോട്ടിടൂല, കാരണം CPM എന്ന പ്രസ്ഥാനം എന്നേക്കുമായിട്ടില്ലാതാവും. അതുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വരരുത് എന്നാണ് അവർ പോലും ആഗ്രഹിക്കുന്നത്. നോക്കൂ, പിണറായി വിജയനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറയുന്നത്. ആ പിണറായി വിജയൻ കാണാൻ വേണ്ടിയിട്ട് ആരാണ് ഉമ്മൻചാണ്ടി സാർ? ഇതൊന്ന് പിണറായി വിജയൻ കേൾക്കണം. ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ നമ്പറിൽ വിളിച്ചപ്പോൾ മറുതലക്ക് ഹലോ, എനിക്ക് വർത്താനം പറയാൻ കഴിയുന്നില്ല. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും പറയുന്നത് വരെ അയാൾ മറുതലക്ക് ഫോൺ വെച്ചിട്ട് നിന്നു. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ ഒരു വിധവയാണ്, ചെറിയ 3 കുട്ടികളാണ്, എൻ്റെ മകൻ സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല, പെട്ടെന്ന് അവൻ്റെ കണ്ണിന് വൈകല്യം വന്നു. അപ്പോൾ ഞാൻ ആകെ ജീവിതത്തോട് തോറ്റുപോയി. ഞാൻ എന്ത് ചെയ്യണം? അതിനുത്തരം അദ്ദേഹം പറഞ്ഞു, ആ കുട്ടി രക്ഷപ്പെടട്ടെ, അവന് കേൾക്കാൻ കഴിയല്ലോ, എത്ര പൈസ ആയാലും അത് ഞാൻ ഇവിടെ എത്തിച്ചു തരുന്നു. അവിടെ അപ്പം തന്നെ എന്നെ വിളിച്ച് ഫോണ് വെച്ചപ്പോൾ തന്നെ അവർ മിംസിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മിംസ് എന്നാണ് എന്നെ പിന്നെ വിളിക്കുന്നത്, നിങ്ങളെ പണമൊക്കെ റെഡി ആയിട്ടുണ്ട്, ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, ഉടനെ ഓപ്പറേഷൻ നടത്തണമെന്ന്. ആരെന്നോ എന്തെന്നോ ഉമ്മൻചാണ്ടി തിരഞ്ഞില്ല, ആവലാതിയുടെ അടിവേര് തേടിയില്ല. നിങ്ങൾ എവിടെയാണെന്നോ, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്നോ, നിങ്ങളെ കുലം എന്താണെന്നോ, നിങ്ങളെ ജാതി എന്താണെന്നോ, മതം എന്താണെന്നോ. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളിത് കാണണം എൻ്റെ പൊന്നു പിണറായി വിജയ. അതായത് ഇതാണ് ഉമ്മൻചാണ്ടി സാറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മനുഷ്യന്മാരെ, ഉമ്മൻചാണ്ടി സാർ മരിക്കുന്ന ആ സമയത്ത് അവിടെ എത്ര ലക്ഷ ജനങ്ങളാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. എന്താണ് അതിൻ്റെ കാരണം? പൊന്നു മനുഷ്യന്മാരെ, ഉമ്മൻചാണ്ടി സാറിനോട് ഞാനും നിങ്ങളും ആരെങ്കിലും, ഞാൻ ആ സമയത്ത് നമ്മളൊക്കെ ഉണ്ട്, നമുക്കപ്പോൾ ആ സമയത്ത് ബുദ്ധിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഉമ്മൻചാണ്ടി സാറിനോട് ഏതെങ്കിലും ഒരു അമ്മയോ ഉമ്മയോ ആരുമാവട്ടെ, എൻ്റെ പൊന്നു ഉമ്മൻചാണ്ടി സാറ്, എനിക്ക് വീടില്ല, ഞാൻ ഇന്ന കടത്തിലാണെന്ന് ഇരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് പേഴ്സണലായി പോയിട്ട് കാണുന്നു എന്ന നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. ഉമ്മൻചാണ്ടി സാർ, അതായത് അത്രയും ജനസേവകനായിരുന്നു അദ്ദേഹം. അല്ലാതെ പിണറായി വിജയനെ പോലെ വർഷാവർഷം മറ്റേ കാർ ചേഞ്ച് ആക്കുന്നത്, അഴിമതി നടത്തുന്നത്, അങ്ങനെയല്ല. പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് പെരുമാറുന്നത്. അതായത് ജനങ്ങൾക്ക് എന്താവശ്യമുണ്ട് അത് അദ്ദേഹം നിറവേറ്റി കൊടുക്കുന്ന അത്രയും നല്ലൊരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാർ. അതുകൊണ്ടാണ് സാക്ഷാൽ ഷാഫി പറമ്പിലിനെ കാണുമ്പോൾ എല്ലാവരും പറയുന്നത്, എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലൊന്ന് ഉമ്മൻചാണ്ടി, അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പിൻഗാമി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാഫി പറമ്പിൽ നിന്നാണ് എല്ലാവരും പറയുന്നത്. സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ല 2 നേതാക്കൾ ഉണ്ട്. അതിൽ ഒന്ന് നമ്മുടെ ഷാഫി പറമ്പിലും, മറ്റേത് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചിലർക്കെങ്കിലും ഇഷ്ടമില്ലാതിരിക്കും അദ്ദേഹം പീഡനക്കേസിൽ പ്രതിയായി എന്ന് പറഞ്ഞിട്ട്. പൊന്നു മനുഷ്യന്മാർ, അതൊക്കെ ഇല്ലാത്തതാണ്. നിങ്ങൾക്കറിയും ഉമ്മൻചാണ്ടി സാറ്, ഞാനൊരു കാര്യം പറയാം, ഉമ്മൻചാണ്ടി സാറിനെ സരിത എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ദ്രോഹിച്ചു, എന്തൊക്കെ ഉമ്മൻചാണ്ടി സാറിന് എത്ര പേർ തെറിവിളിച്ചു ഉമ്മൻചാണ്ടി സാർ അങ്ങനെയുള്ളവനെന്ന്. എന്താ ഏറ്റവും അവസാനം അതെല്ലാം പക്ക ഫേക്ക് എന്നറിഞ്ഞിട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ രാഹുലിനെയും കുടിക്കതാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ഓക്കെ, നടുക്കുന്ന മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. പിണറായി വിജയന് നമ്മുടെ രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോനെ എന്ന് വിളിച്ചത് വലിയ വിവാദമാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഷാഫി പറമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. മുഖ്യമന്ത്രിയെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്, ഇപ്പം നീ മോനെ ദിനേശ്, അത് നമ്മൾ സാധാരണ ഒരു സിനിമ, കേരളത്തിലെ നരസിംഹത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗായി നമ്മൾ പലരും ഉപയോഗിക്കാറുള്ള, പ്രസംഗങ്ങളിലും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ്. അതിന് മുഖ്യമന്ത്രി പറയേണ്ട മറുപടി ഇതാണോ? ഇനി ആ പറഞ്ഞ കാര്യം തന്നെ ഡിബേറ്റബിൾ ആണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയുന്നതിന് പകരം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നിട്ട് ഡാഷ് മോനെ എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി വിളിക്കുന്നത് നിലവാര തകർച്ചയുടെ അങ്ങേ അറ്റമാണ്. അപ്പൊ ഭരണം നഷ്ടപ്പെടും എന്ന് ഉറപ്പായപ്പോ PR കുപ്പായം, PR ഇമേജ് അഴിച്ചു വെച്ച് ഒറിജിനൽ പുറത്തു വരാൻ തുടങ്ങിയതാണ്. സമനില തെറ്റിയതുപോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പെരുമാറുന്നത്. സദസ്സിൽ നിന്ന് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് തുടങ്ങുന്നതും ധാർഷ്ട്യമാണ്. ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ മനസ്സിൽ അങ്ങനെ പറയാൻ തോന്നിയ ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് പ്രതിപക്ഷത്തിരുന്ന് സ്വയം പഴിക്കേണ്ടി വരും
എന്ന കാര്യത്തിനോട് സംശയം വേണ്ട. കേരളത്തിലെ ജനത അദ്ദേഹത്തിന് മാർക്കിട്ടിരിക്കുന്നു. പാവം ഷാഫി പറമ്പിലിനെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ലോണം സങ്കടമാണ് തോന്നുന്നത്. ഇത്തിരി പോലും ഉറങ്ങാത്ത ഇങ്ങനെയുള്ള ഒരു നേതാവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ, അതായത് ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത് കൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം പറയാം, വി ഡി സതീശൻ നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും മീഡിയാസ് വരുമ്പോൾ നല്ല 2 ഡയലോഗാണ് വി ഡി സതീശൻ കൊടുക്കുന്നത്. ഷാഫി പറമ്പിൽ അങ്ങനെയല്ല. ഷാഫി പറമ്പിൽ വേറെ ലെവലാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടാണ് കളിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഷാഫി ഇന്ന് പ്രചാരണത്തിന് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടത്തിൽ BJP-ക്കാരും ഉണ്ടാവുന്നുണ്ട്, LDF-കാരും ഉണ്ടാവുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരു ജനനായകനാണ്. ഇപ്പോൾ മമ്മൂട്ടി വരുമ്പോഴും മോഹൻലാൽ വരുമ്പോഴും ജനങ്ങൾ കൂടുന്നില്ലേ? അവിടെ നമ്മൾ എന്തെങ്കിലും ഏത് പാർട്ടിയോ ജാതി എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഷാഫി പറമ്പിൽ വരുമ്പോൾ ഇദ്ദേഹം ജനനായകനാണ്. ഒരൊറ്റ കാര്യം പറയാം, ജനൻ ടി വി ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ വിമർശിച്ച് വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനൻ ടി വി കാണുന്നത് കൂടുതൽ കാണുന്നത് RSSകാരാണ്, BJP-ക്കാരാണ്. വേറെ ആരും ജനൻ ടി വി കാണുന്നില്ല. എന്നാൽ അതേ ജനൻ ടി വി ഷാഫി പറമ്പിൽ നല്ലവനല്ല, ഷാഫി നല്ല ഭരണാധികാരിയല്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ സാക്ഷാൽ RSSകാർ പോലും കമന്റ് ഇടുന്നതില്ല. ഇത് നിങ്ങൾക്ക് തെറ്റുപറ്റി, ഷാഫി നല്ലവനാണ്, ഷാഫിയുടെ ഭരണം കേരളത്തിൽ വേണമെന്ന് RSSകാർ പോലും പറയാനുള്ള കാരണം എന്താണ്? അത് ഷാഫി പറമ്പിലിൻ്റെ നീതിമാനായ നല്ലൊരു ഭരണം കാരണം മാത്രമാണ്. പൊന്നുമനുഷ്യന്മാരെ, മറ്റന്നാൾ ഇലക്ഷനാണ്, നോക്കി വേണം വോട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിക്കണേ. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.